എറണാകുളം പിറവത്ത് നിന്ന് +2 വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന പരാതി. ഓണക്കൂർ സ്വദേശി അർജുൻ രഘുവിനെയാണ് കാണാതായത്. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്നും പറഞ്ഞു പോയ വിദ്യാർത്ഥി ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേർന്നു. പറയൂ ആൻമരിയ സണ്ണി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ സ്കൂൾ തുറക്കുന്ന ദിവസം കൂടിയായിരുന്നു. ഈ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഇവിടെ പാമ്പാക്കട ഹൈസ്കൂളിലെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്, +2 വിദ്യാർത്ഥിയാണ് ഓണക്കൂർ സ്വദേശിയായിട്ടുള്ള അർജുൻ രഘു. രാവിലെ സ്കൂളിലേക്കായിട്ട് അർജുൻ പോയതാണ്. പക്ഷേ പിന്നീട് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ഒരു സമയമായിട്ടും എത്താത്തതിനെ തുടർന്ന് ഈ പേരൻസ് അന്വേഷിച്ചപ്പോഴാണ് അർജുൻ ഇതുവരെ സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. അത് ഉച്ചയോടുകൂടി തന്നെ സ്കൂളിൽ നിന്നും, സാധാരണ ഇപ്പോൾ കാണുന്നതാണ്, സ്കൂളിൽ നിന്നും കുട്ടി ക്ലാസ്സിൽ എത്തിയിട്ടില്ല എങ്കിൽ ഒരു മെസ്സേജ്, അത് പ്രിൻസിപ്പലിന്റെ ഒരു മെസ്സേജ് ഈ മാതാപിതാക്കളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. അത്തരത്തിലൊരു മെസ്സേജ് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അർജുൻ ഇന്ന് ആബ്സെന്റ് ആണ് എന്നുള്ളൊരു മെസ്സേജ് അമ്മയുടെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ ആ മെസ്സേജ് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് മാതാപിതാക്കൾ തന്നെ നമ്മളോട് പറയുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി ഈ അമ്മ പിന്നീട് ഈ മെസ്സേജ് കാണിക്കുകയും പിന്നീട് സ്കൂളിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു, മകൻ മടങ്ങി വരാത്തതിനെ തുടർന്ന്. അപ്പോഴാണ് അർജുൻ രഘു സ്കൂളിൽ രാവിലെ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നത്. പിന്നീട് പിറവം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസും ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ പിറവം ഭാഗത്തേക്കുള്ള ഈ ഓണക്കൂർ സ്കൂളിന്റെ പരിസരം, അർജുൻ പോകാൻ സാധ്യതയുള്ള കൂട്ടുകാരുടെ സ്ഥലങ്ങൾ, ഈ അവരുടെ ബന്ധുക്കളുടെ സ്ഥലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വീടുകളിൽ ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിദ്യാർത്ഥി ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിനിടെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അർജുൻ ഒരു ബസ്സിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് ഈ ബസ്സിലെ ജീവനക്കാർ കണ്ടിരുന്നു എന്ന ചില ആളുകൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ, അതായത് ശ്രീകാന്ത് എന്നാണ് പഞ്ചായത്ത് മെമ്പറുടെ പേര്, ആ പഞ്ചായത്ത് മെമ്പർ. ഒരു സെക്കൻഡ്, ഈ പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, ഈ കുട്ടിയുടെ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? കുട്ടിയുടെ വിവരം ഇപ്പൊ നിലവില് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അവരുടെ അച്ഛൻ തന്നെ വിളിച്ചിരുന്നു ഇപ്പൊ രാവിലെ തന്നെ. ഞങ്ങൾ ഇന്നലെ 1 മണി വരെ നോക്കിയിരുന്നു, പക്ഷെ പോലീസും ഉണ്ടായിരുന്നു. ഓക്കെ. ശ്രീകാന്ത് ഏത് പഞ്ചായത്തിലെ മെമ്പറാണ്? ഞാൻ പാമ്പാക്കട. ഈ പാമ്പാക്കട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ കക്ഷി അല്ലേ? അതെ. വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വളരെ ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ പയ്യൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി? പോലീസിൽ ഇന്നലെ അറിയിച്ചിരുന്നു. പോലീസ് വൈകിട്ട് വരെ അന്വേഷണത്തിനുണ്ടായിരുന്നു. ഓക്കെ. അല്ല, CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചോ എങ്ങോട്ട് പോയി എന്ന് അറിയാൻ വേണ്ടി? ഇന്നലെ വൈകിട്ട് ലേറ്റ് ആയാണല്ലോ അറിഞ്ഞോ. വൈകുന്നേരം അറിഞ്ഞ് അത് ഒരു ഇവിടെ പിറവം ബസ് സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹം പേപ്പതി സ്റ്റോപ്പിൽ വരെ ഇറങ്ങിയതായിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതനുസരിച്ച് പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. അപ്പോൾ ആൻമരിയ സണ്ണി, താങ്കൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ശ്രീകാന്ത് സൂചിപ്പിച്ചത് തന്നെയാണ് പോലീസിന് അവസാനമായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ഈ വിദ്യാർത്ഥി അർജുൻ ഒരു ബസ്സിലുണ്ടായിരുന്നു, അത് മറ്റൊരു ജംഗ്ഷനിൽ ഈ അർജുൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. പക്ഷേ ആ ഭാഗത്തേക്കൊക്കെ ഇന്നലെ ഏകദേശം ഒരു 1 മണി വരെ ഈ ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിന്റെ അന്വേഷണത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് ഈ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും അർജുനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം കൂടി അന്വേഷിച്ചു. SK ഇപ്പോൾ ശ്രീകാന്തിനോട് ചോദിച്ചതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ അവരുടെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് അത് അമ്മ വളരെ സ്നേഹത്തോടു കൂടി തന്നെ രാവിലെ ഇന്നലെ സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ചോറുപുതി എല്ലാം കെട്ടിക്കൊടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് അർജുൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഈ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമല്ല അർജുൻ പോകുന്നത്. അർജുൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അല്പം സമയം വൈകിയാണ് അർജുൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകാരും അർജുന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ച് നമുക്ക് ഇവരോട് എന്തെങ്കിലും ചോദിക്കാൻ, അത് കൂട്ടുകാരോട് ചോദിക്കാനായിട്ടും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ചില CCTV ദൃശ്യങ്ങളും അർജുൻ പോകുന്ന ചില CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. എന്തുകൊണ്ടാണ് അർജുൻ എവിടേക്കാണ് പോയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ അച്ഛന്റെയും അമ്മയുടെ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അർജുൻ രഘുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് ഊർജിതമായിട്ട് തുടരുകയാണ്. ഓക്കെ, താങ്ക് യു ആൻമരിയ സണ്ണി. അർജുൻ രഘു, അർജുൻ ഈ പരിപാടി എങ്ങാണ് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം അർജുൻ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തുക. ഈ അർജുനെ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അറിയിക്കുക.
എന്തായാലും കുട്ടികളൊക്കെ തന്നെ നിങ്ങൾ വീട് വിട്ടു പോകുമ്പം എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിലാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലിരിക്കുന്ന ആൾക്കാർ തിന്നുന്ന വേദന, അവർ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, അതൊക്കെ കാണാതെ പോകരുത്. വല്ലാത്ത ഉത്കണ്ഠയുടെ പിച്ചാത്തി മുനയിലായിരിക്കും നിങ്ങൾ മടങ്ങി വരുന്നത്, അവർ ഇരിക്കുക എന്ന് കുട്ടികൾ മനസ്സിലാക്കുക.